ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഇനി ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന പ്രോട്ടീൻ പാക്ഡ് മീലാണ് ഇത്. നിങ്ങൾക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കംപ്ലീറ്റ് മീലായിട്ടോ ലൈറ്റ് ഡിന്നറായിട്ടും കഴിക്കാവുന്ന ഫില്ലിംഗ് കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹെൽത്തി സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് സോയ ചങ്ക്സ് നന്നായി ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. മാരിനേഷന് ആവശ്യമായ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും, കാശ്മീരി ചില്ലി പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. പാകത്തിനുപ്പും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചോപ്ഡ് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിലോ ബട്ടറോ ചേർത്ത് നമ്മുടെ സോയ ഒന്ന് ലൈറ്റായിട്ട് പാൻ ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സോയയിൽ പ്രോട്ടീൻ കൂടുതലുള്ളതിനാൽ മസിൽ ഹെൽത്ത് നിലനിർത്താനും പ്രത്യേകിച്ചും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് മസിൽ റിക്കവറി ഫുഡായിട്ടും വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവർക്കും ഇത് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഒരു സെർവിങ്ങിൽ 25 to 50 ഗ്രാം വരെ കഴിക്കാവുന്നതുമാണ്. നമ്മുടെ സോയ ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ട് പെട്ടെന്നൊരു ക്രീമി ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. യോഗേർട്ടിന് പകരമായിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഗ്രീക്ക് യോഗേർട്ടും അതുമല്ലെങ്കിൽ പുളി കുറഞ്ഞ കട്ട തൈരും എടുക്കാവുന്നതാണ്. നമ്മുടെ ഡ്രസ്സിങ്ങിന് ഹൈ പ്രോട്ടീനും ഒപ്പം ക്രീമി ടെക്സ്ചറും കിട്ടാനായിട്ട് കുറച്ച് പനീറൂടെ ചേർത്ത് കൊടുക്കാം. പനീറിന് പകരമായിട്ട് നിങ്ങൾക്ക് സോക്ക്ഡ് കാഷ്യൂസ് എടുക്കാം, അതുമല്ലെങ്കിൽ സോക്ക്ഡ് മക്കാനയും എടുക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയിലയും 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുപ്പും കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രസ്സിങ് സെറ്റായി വരുന്ന സമയം കൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യുക്കമ്പർ, ടൊമാറ്റോ, ഒനിയനൊക്കെയാണ്. കൂടെ തന്നെ കുറച്ച് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്വീറ്റ് കോണും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാൻ ഗ്രിൽ ചെയ്തെടുത്ത സോയ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡയറ്റ് സ്പെഷ്യൽ ഒരുപാട് സാലഡ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത നമ്മുടെ ക്രീമി ഡ്രസ്സിങ് കൂടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ പാക്ഡുമായിട്ടുള്ള നമ്മുടെ ഈ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫൈബർ കൂടുതലുള്ള വെജിറ്റബിൾസും ഒപ്പം പ്രോട്ടീൻ പാക്ഡ് സോയ ഒരുമിച്ച് കഴിക്കുമ്പോൾ കൂടുതൽ നേരം വിശപ്പ് നിയന്ത്രിക്കാനും പ്രത്യേകിച്ചും ഡയറ്റ് ചെയ്യുന്നവർക്ക് മീൽ പ്ലാനിങ്ങിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഫുഡ് കൂടി. നമ്മുടെ സാലഡിന് നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടാനായിട്ട് കുറച്ച് റോസ്റ്റഡ് വൈറ്റ് സെസമി സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഫില്ലിംഗ് കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.